ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെറും 2 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് ടേൺ ടേബിളിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ കേക്ക് ഐസിങ് ചെയ്യാനായിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ടേൺ ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐസിങ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് നല്ല എളുപ്പമാണ്. അപ്പോൾ വീട്ടിലുള്ള 2 ടൂൾസ് കൊണ്ട് നമുക്ക് എങ്ങനെയാണ് ഒരു ടേൺ ടേബിൾ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. നല്ല എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇതിനായിട്ട് വെറും 2 സാധനങ്ങൾ മാത്രം മതിയാവും. അത് നമ്മൾ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനം തന്നെയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഐസ്ക്രീമിൻ്റെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏത് ബോട്ടിലാണോ ഉള്ളത് അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ചെറിയൊരു സ്ക്രൂവിൻ്റെ വലുപ്പത്തിന് ഒരു ഹോളിട്ട് കൊടുക്കാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് നോൺ സ്റ്റിക്ക് പാനിൻ്റെ മൂടിയാണ്. ഇതിൻ്റെ സ്ക്രൂ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ അടപ്പൊന്ന് ഊരി നമുക്ക് ആ സ്ക്രൂ ഒന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു സ്ക്രൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഞാൻ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മൂടി ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്ത് ഈ സ്ക്രൂ ഇതിലേക്കൊന്ന് ഇറക്കി വെക്കാം. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗ്ലാസിൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെ ആയാലും ഇതുപോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് മാറ്റിയ അടപ്പ് ഇതിലേക്കൊന്ന് വെച്ച് സ്ക്രൂ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും കുറച്ച് ലൂസാക്കി തന്നെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കറങ്ങുന്ന സമയത്ത് ടൈറ്റായി പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ലൂസാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് മണ്ണോ വെയിറ്റുള്ള എന്തെങ്കിലും സാധനമോ വെച്ച് കൊടുത്തതിന് ശേഷം ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ അടപ്പായിട്ട് വീണ്ടും റീയൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതൊരു പുതിയ അറിവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.